ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴിൻ്റെ പണിയിൽ ദാ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഇവർക്ക് ഏഴിൻ്റെ പണി കിട്ടിയിരിക്കുന്നത്. ബിഗ് ബോസ് വല്ലാത്തൊരു പണിയായിപ്പോയി കുടുംബാംഗങ്ങൾക്ക് ഇന്ന് കൊടുത്തത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് ഒരു സർപ്രൈസ് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയിരിക്കുന്നത് ഒരുപക്ഷെ അനുമോൾക്കായിരിക്കാം. അംഗങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് വല്ലാത്തൊരു പണി കൊടുത്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു സർപ്രൈസ് അവരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പഞ്ഞിക്കെട്ടിൻ്റെ ഇടയിൽ അവരായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. ടാസ്കിനായിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുക. അവിടെ 3 പില്ലോ കവർ ഉണ്ടാവും. പഞ്ഞികളെല്ലാം നിറച്ച് തുന്നി കെട്ടി പില്ലോ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നേരെ സ്റ്റോർ റൂമിലേക്ക് വരാം. ആദ്യത്തെ 5 പേര് എത്തിക്കഴിയുമ്പോൾ സ്റ്റോർ റൂം തുറക്കും. അവിടെ നിങ്ങൾക്കായി സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പഞ്ഞിയൊക്കെ എടുത്ത് മൂക്കിൽ പോകുന്നു, വായിൽ പോകുന്നു, തുമ്മുന്നു. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ പഞ്ഞിക്കെട്ടിൻ്റെ ഇടയിൽ കിടന്ന് പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് പഞ്ഞിയൊക്കെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ വലിച്ച് കെട്ടി തൂക്കി കൊണ്ടുപോയി പില്ലോക്ക് ഉണ്ടാക്കി. ഹാപ്പി കപ്പിൾസ് എന്ന ഏഷ്യാനെറ്റിൽ പുതിയതായിട്ട് വരുന്ന ഒരു സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എത്തിയ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് വല്ലാത്തൊരു പണിയായി പോയി. പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ പണി കിട്ടിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക്. 7ൻ്റെ പണി കിട്ടിയിരിക്കുന്ന അനുമോൾക്കാണ്. ഇവരെ കണ്ടപ്പോൾ തന്നെ അനുമോൾ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോഫിയ അടുത്ത് മാത്രമേ അനുമോൾ മിണ്ടുന്നുണ്ടായിരുന്നുള്ളൂ. ജീവൻ വന്ന് പലപ്പോഴും മിണ്ടാൻ ശ്രമിച്ചപ്പോഴൊന്നും അനു ഒഴിഞ്ഞു മാറുന്നതായിട്ടൊക്കെ എപ്പിസോഡിൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു കൊട്ടുകൂടി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ശൈത്യ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് ആരെടുത്താ? ആദിലെടുത്താണ് പറയുന്നത്. അനുമോളെ വിളിച്ചു വരുത്തി, അനുമോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അനുമോളെ സോഫിയ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അനുമോളുടെ അടുത്ത് നിർത്തിയിട്ട് ആദിലെടുത്താണ് പറയുന്നത് ശൈത്യ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു എന്ന്. അത് ശൈത്യടുത്താണ് അനുമോള് എല്ലാ കഥകളും തന്നെ പേഴ്സണൽ സ്റ്റോറിയും താൻ ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യമൊക്കെ ശൈത്യടുത്താണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ശൈത്യ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞത്. അനുമോളെ അവിടെ ഇട്ടിട്ടൊന്ന് തീ തെറ്റിക്കണം, പുറത്ത് ഞങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ശൈത്യമായിട്ട് എങ്ങനെ കണക്ഷൻ എന്നൊക്കെ അനുമോൾ ചിന്തിക്കും. അനുമോളുടെ ഗെയിമിൽ കോൺസെൻട്രേഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബോംബ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമാണെങ്കിൽ പോലും വന്നിരിക്കുന്ന 2 പേരും അനുമോളുടെ മനസ്സിലൊരു വലിയ ബോംബ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കും അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട്. എന്താണെങ്കിലും പിടിച്ചു നിന്നു. അവസാനം ജീവൻ പോകുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ് അനുമോളോട് മിണ്ടാൻ വേണ്ടി അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പോകുന്ന സമയത്താണ് ജീവൻ മിണ്ടാൻ വരുന്നത്. അനുമോൾ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചൊരു മുഖമുണ്ട്. അനുമോൾ ഇത് പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മുഖമാണ് ഇന്ന് അനുവിൻ്റെ മുന്നിലേക്ക് ബിഗ് ബോസ് എത്തിച്ചിരിക്കുന്നത്. ടാസ്കിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു അതിഥികളുടേത്. ലൈവിൽ അനുമോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്കത് നോക്കാം എന്താ അനുമോൾ പറയുന്നതെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.